ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയത്ത് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ഒപ്പീനിയൻ പോളുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിലെ ഏറ്റവും വലിയ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ലൈവ് ടെക് ഹിന്ദി ഇന്നലെ ഒരു ഒപ്പീനിയൻ പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിനു ശേഷം അതേപോലെ തന്നെ ശിഥിലമായി എന്ന് നമ്മൾ കരുതിയ ഇന്ത്യ മുന്നണി രാജ്യത്തിന്റെ പല ഭാഗത്തും ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒപ്പീനിയൻ പോളുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇന്നലെ മാർച്ച് 5-ാം തീയതിയാണ് ഈ ഒപ്പീനിയൻ പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റ് ബേസിലാണ് അവർ ഒപ്പീനിയൻ പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റിലും എത്ര സീറ്റുകൾ വീതം ലഭിക്കും, ഓരോ മുന്നണിക്കും എത്ര സീറ്റുകൾ ലഭിക്കും എന്നുള്ള രീതിയിലാണ് അവർ ഒപ്പീനിയൻ പോളുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മൊത്തം 543 പാർലമെന്റ് സീറ്റുകളാണുള്ളത്. 272 സീറ്റുകൾ നേടുന്ന മുന്നണിക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിയും. ഓരോ സ്റ്റേറ്റ് ബേസിലും അവർ എങ്ങനെയാണ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം യു പി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുള്ള സംസ്ഥാനമാണ് യു പി, 80 സീറ്റുകൾ. ഇവിടെ ഇന്ത്യ മുന്നണിക്ക് NDA മുന്നണി എന്ന രീതിയിൽ, NDA എന്ന് പറയുമ്പോൾ BJP നേതൃത്വം നൽകുന്ന മുന്നണിയാണ് NDA മുന്നണി. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് ഇന്ത്യ മുന്നണി. യു പിയിൽ 80 സീറ്റുകളാണുള്ളത്. അവിടെ NDAക്ക് 51 സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് 29 സീറ്റുകളുമാണ് ലൈവ് ടെക് ഇന്ത്യ അഭിപ്രായപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രാമക്ഷേത്രം നിലനിൽക്കുന്ന അയോധ്യ കൂടി ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് യു പി. അതുകൊണ്ട് തന്നെയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് 80 സീറ്റും അവർ തൂത്തുവാരുമെന്ന്. പക്ഷേ ലൈവ് ടെക് ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്ന ആ ഒപ്പീനിയൻ പോളുകളിൽ NDAക്ക് 51 സീറ്റും ഇന്ത്യക്ക് മുന്നണിക്ക് 29 സീറ്റുകളുമുണ്ട്. അടുത്തത് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ മൊത്തം 48 സീറ്റുകളാണുള്ളത്. അവിടെ NDAക്ക് 25 സീറ്റും ഇന്ത്യ മുന്നണിക്ക് 23 സീറ്റുമാണ് ലൈവ് ടെക് ഇന്ത്യ അഭിപ്രായ വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അഭിപ്രായ വോട്ടിലെ കണക്കുകളാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറഞ്ഞു വെക്കാം. വെസ്റ്റ് ബംഗാളിൽ മൊത്തം 42 സീറ്റുകളാണുള്ളത്. NDA മുന്നണിക്ക് 12ഉം ഇന്ത്യ മുന്നണിക്ക് 39 സീറ്റുകളുമാണ് അവിടെ അഭിപ്രായ സർവേയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബീഹാറിൽ മൊത്തം 40 സീറ്റുകളാണുള്ളത്. NDA 12, ഇന്ത്യ മുന്നണി 28. തമിഴ്നാട് മൊത്തം 39 പാർലമെന്റ് സീറ്റുകളാണുള്ളത്. അവിടെ NDAക്ക് ഒരു സീറ്റും രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യ മുന്നണിക്ക് 34, അതേഴ്സിന് 5 സീറ്റുകളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിൽ മൊത്തം 29 സീറ്റുകളാണുള്ളത്. NDA 15, ഇന്ത്യ മുന്നണി 14. കർണാടകയിൽ മൊത്തം 28 ലോക്സഭാ സീറ്റുകളാണുള്ളത്. NDA 8, ഇന്ത്യ 20. ഗുജറാത്തിൽ മൊത്തം 26 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അവിടെ NDAക്ക് 21ഉം ഇന്ത്യക്ക് 5ഉം. ആന്ധ്രാപ്രദേശിൽ മൊത്തം 25 സീറ്റുകളാണുള്ളത്. അവിടെ NDA 2, ഇന്ത്യ മുന്നണി 4, അതേഴ്സ് ആണ് 19 സീറ്റുകൾ. രാജസ്ഥാനിൽ മൊത്തം 25 ലോക്സഭാ സീറ്റുകളാണുള്ളത്. NDA 13, ഇന്ത്യ മുന്നണി 12. ഒഡീസയിൽ 21 ലോക്സഭാ സീറ്റുകളുണ്ട്. NDA 2, ഇന്ത്യ 2, അതേഴ്സ് ആണ് അവിടെ 17. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അവിടെ NDAക്ക് 0 ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് 17 സീറ്റും അതേഴ്സിന് 3. തെലങ്കാനയിൽ മൊത്തം 17 സീറ്റുകളാണുള്ളത്. NDA 2, ഇന്ത്യ 12, അതേഴ്സ് 3. ആസാം 14 ലോക്സഭാ സീറ്റുകൾ. NDA 6, ഇന്ത്യ 8. ജാർഖണ്ഡ് 14 ലോക്സഭാ സീറ്റുകൾ. NDA 2, ഇന്ത്യ 12. പഞ്ചാബിൽ മൊത്തം 13 ലോക്സഭാ സീറ്റുകളാണുള്ളത്. NDA 3, ഇന്ത്യ 10. ഛത്തീസ്ഗഡ് 11 ലോക്സഭാ സീറ്റുകൾ. NDA 4, ഇന്ത്യ 7. ഹരിയാന 10 ലോക്സഭാ സീറ്റ്. NDA 5, ഇന്ത്യ 5. ഡൽഹി 7, NDA 3, ഇന്ത്യ 4. ജമ്മു കാശ്മീർ 6, NDA 3, ഇന്ത്യ 3. ഉത്തരാഖണ്ഡ് 5, NDA 2, ഇന്ത്യ 3. ഹിമാചൽ 4, NDA 1, ഇന്ത്യ 3. മണിപ്പൂർ 2, NDA 0, ഇന്ത്യ 2. അരുണാചൽ പ്രദേശ് 2, NDA 2, ഇന്ത്യ 0. മേഘാലയ 2, NDA 1, ഇന്ത്യ 1. ത്രിപുര 2, NDA 1, ഇന്ത്യ 1.
ഗോവ 2, NDA 0, ഇന്ത്യ 2. മിസോറാം 1, NDA 1, ഇന്ത്യ 0. നാഗാലാൻഡ് 1, NDA 0, ഇന്ത്യ 1. അതേപോലെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഈ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 3 NDA, 3 ഇന്ത്യ എന്നിങ്ങനെയാണ് ലൈവ് ടെക് ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒപ്പീനിയൻ പോളുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യ ഒരു 2004 ആവർത്തിക്കുമോ 2010 ആവർത്തിക്കുമോ എന്നുള്ളത്. 2004 അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒരു ഇലക്ഷൻ നേരിട്ടപ്പോൾ ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി അവർ വീണ്ടും പ്രചാരണ രംഗത്തിറങ്ങുകയും ഇന്ത്യയിൽ ഒരിക്കൽ കൂടി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടപ്പോൾ, പക്ഷേ ഇലക്ഷനിൽ BJP തകർന്നടിയുകയും UPA അധികാരത്തിൽ വരികയും ചെയ്തു. അതേപോലെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ 2019 നരേന്ദ്രമോദി ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് സാധ്യതയുണ്ടെങ്കിലും ഒരു വമ്പൻ കുതിച്ചുവരവാണ്. പല രാഷ്ട്രീയ നിരീക്ഷകർക്ക് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇത്രയും ഒരു സീറ്റിന്റെ മാർജിൻ അവർക്ക് ലഭിക്കുമെന്ന് ആരും അനൗൺസ് ചെയ്തില്ല. പക്ഷേ അവർ വൻപിച്ച ഒരു ഭൂരിപക്ഷത്തിൽ കൂടി വീണ്ടും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, ഇന്ത്യ 2004 ആവർത്തിക്കുമോ 2019 ആവർത്തിക്കുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താം.